ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ടോമിൻ. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഒരാൾ കൂടി ഉണ്ട്. ഞാനാണെന്ന് പറയുന്നത് അച്ചു. ഞാൻ അച്ചു എന്ന് വിളിക്കുന്നത്. എൻ്റെ ഭാര്യ, എൻ്റെ സ്വന്തം ഭാര്യ, ഒരേ ഒരു ഭാര്യ ഐശ്വര്യ റോയ്. അപ്പോൾ പേര് ഐശ്വര്യ റോയ് എന്നാന്നേ ഉള്ളൂ, പക്ഷേ വലിയ ഗുണങ്ങളൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല, ഗുണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിന്ന് അച്ചുവിനെ ഒന്ന് ഇൻ്റർവ്യൂ ചെയ്യാൻ പോവാം. അച്ചുവിനോട് അച്ചു ഇപ്പോൾ കാനഡ എത്ര ആയി? 1 വർഷം ആറായില്ലേ? ഈ നവംബർ 22-ന് 1 വർഷം. അപ്പോൾ ഈ 1 വർഷത്തെ എക്സ്പീരിയൻസ് എന്തൊക്കെയാണ്? അച്ചുവിന് എന്തൊക്കെ മാറ്റങ്ങളാണ് തോന്നിയത്? ഇപ്പോൾ കാനഡ വന്ന് ലൈഫ് മാറിയതായി തോന്നുന്നുണ്ടോ, അല്ലെ എന്തൊക്കെയാണ് മിസ് ചെയ്യുന്നത് ചെറിയതായിട്ട്? അപ്പോൾ ഇൻ്റർവ്യൂ എടുക്കാന്ന് പറഞ്ഞപ്പോൾ അച്ഛന് ചെറുതായിട്ട് നാണം വന്നു. എനിക്ക് നാണമൊന്നും വന്നില്ല കേട്ടോ, എനിക്ക് ബാക്ക്ഗ്രൗണ്ട് ഇഷ്ടപ്പെട്ടില്ല. ഇതാകുമ്പോൾ അധികം ആൾക്കാർ കാണാത്ത സ്ഥലം. അച്ഛനോട് ചോദ്യം ചോദിക്കുന്നതിന് എനിക്ക് നാണം വരത്തില്ലല്ലോ. ഓക്കെ, അച്ഛൻ്റെ ഫിനാൻഷ്യൽ സ്വന്തം കാലം നിൽക്കാൻ പറ്റുന്നുണ്ടോ കാനഡ വന്നിട്ട്? കാനഡ വന്നിട്ട് സ്വന്തം കാലിലേ നിൽക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ വലിയ പാടായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാട്ടിൽ നിന്ന് എന്നും ഇങ്ങോട്ടേക്ക് അയച്ചു തരാൻ വേണ്ടിയിട്ടല്ലല്ലോ അവർ ഇങ്ങോട്ടേക്ക് നമ്മളെ വിട്ടത്. നമ്മളിവിടെ വന്ന് കഴിഞ്ഞാൽ സ്വന്തം കാലിൽ നിൽക്കണം, സ്വന്തമായിട്ട് അധ്വാനിക്കണം, ജോലി എടുക്കാണ്ട് കാനഡയിൽ ജീവിക്കാനേ പറ്റത്തില്ല. കാരണം നമ്മുടെ ഓരോ പേ ചെക്കിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ ഓരോ കാര്യങ്ങൾ. ഇപ്പം നാട്ടിലാണെങ്കിൽ നമുക്ക് ഇച്ചിരി ഫുഡ് കഴിക്കണമെങ്കിൽ പറമ്പിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആഹാ ചക്ക എവിടെ ഉണ്ട്, കുത്തിയാൽ ചാടും, ഫുഡായി. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ആപ്പിളൊക്കെ പറിക്കാൻ പോയിട്ട് അതും സീസൺ സമ്മറിലൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ ആപ്പിൾ പറിച്ചാലും ജീവിക്കായിരിക്കും. പക്ഷെ അത് വലിയൊരു ഡിഫറൻസാ. നമ്മൾക്ക് നാട്ടില് കുറച്ച് പറമ്പൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് എന്താ പറയാ, പറമ്പിലേക്ക് പോയി കറി വെക്കാനുള്ള സാധനങ്ങൾ എനിക്കൊക്കെ ഓർമ്മയുണ്ട്. മമ്മി എന്റെ കേസല്ല കേട്ടോ, അവിടെ എല്ലാരും അച്ഛൻ്റെ മമ്മിയൊക്കെ ചെയ്യുന്നുണ്ട്. അവർ അതെ, സാധനങ്ങൾ എൻ്റെ വീട്ടില് പറമ്പിൽ അത്യാവശ്യം എന്താ പറയാ, മുട്ടില്ലാണ്ട് ജീവിക്കാനുള്ള, ഭക്ഷണം കഴിച്ച് ജീവിക്കാനുള്ള സാധനങ്ങൾ എന്തായാലും പപ്പയും മമ്മിയും കുഴിച്ചു വെച്ചിട്ടുള്ളതുകൊണ്ട് പറമ്പിലേക്ക് ഇറങ്ങിയ എന്തെങ്കിലും തിന്നാൻ കിട്ടും. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ മമ്മി കത്തിയായിട്ട് പുറത്തേക്ക് ഇറങ്ങി എന്തിനാ വെട്ടിക്കൊല്ലുക എന്ന് പറഞ്ഞിട്ട്. ചേമ്പാണ് ചേമ്പല, ചേനയാണ് ചേന, ചക്ക, മാങ്ങ, എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് നമ്മുടെ നാട്ടിൽ പറ്റും. പക്ഷേ ഇവിടെ സീസൺ ആയതുകൊണ്ട്, പക്ഷേ ഇവിടെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ അടുത്തുള്ള വീട്ടുകാരെല്ലാം, മലയാളികൾ എല്ലാവരും തന്നെ ഇവിടെ കൃഷി ചെയ്യുന്നവരുണ്ട്. പക്ഷേ എന്നാലും അത് നമ്മൾ ഫ്രോസൺ ആക്കി വെക്കണം. അപ്പോൾ നമ്മൾ കൃഷി ചെയ്യാൻ പറ്റുന്നതിനും കുറച്ചൊക്കെ പരിമിതികളുണ്ട്. ചെയ്യാൻ പറ്റും ഇല്ല എന്നല്ല, എന്നാലും നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോഴേ നമുക്ക് ആദ്യമായിട്ട് വന്നവർക്കായാലും അതെ. ഞാനൊക്കെ ആദ്യം കഴിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ ജോലിക്ക് വന്നിട്ട് പ്രോട്ടീൻ ബാർ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ചോക്ലേറ്റ് പോലത്തെ സാധനം. ആ സാധനം കഴിച്ച എനർജി നമുക്ക് വലിയ വിശപ്പില്ലാണ്ട് പിടിച്ചു വെക്കാം. പക്ഷെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആവശ്യത്തിനുള്ള ഭക്ഷണം ഇവിടുത്തെ അങ്ങനെ ആയിരിക്കും കഴിക്കുന്നത്. പക്ഷെ നമുക്ക് അങ്ങനെയല്ല കേട്ടോ. നമുക്കിങ്ങനെ വിന്റർ ആകുമ്പോഴത്തേനും രാവിലെ ഒന്നും കഴിക്കാം, ഉച്ചയ്ക്ക് കഴിക്കണം എന്നില്ല. എന്നാലും ഞങ്ങൾ ഇവിടെ കഴിഞ്ഞ വർഷം വന്ന സമയത്ത് ഏത് നേരം വയറ്റിൽ നിന്ന് ഒച്ചയായിരുന്നു. എന്താണെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയത്തില്ല. വരിക എടി നിന്റെ വയറ്റിൽ നിന്നാണ് ഒച്ച കേൾക്കുന്നത്, എടി നിന്റെ വയറ്റിൽ. ഭയങ്കര വിന്ററിന്റെ സമയത്ത് വിന്ററിൽ ഭയങ്കര വിശപ്പ് കൂടുതലായിരിക്കും, സത്യം പറയുന്നത്. പിന്നെ നമുക്ക് മലയാളികൾക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ചോറില്ലാണ്ട് ജീവിക്കാൻ പറ്റുന്ന എനിക്ക് കഴിച്ചാലും നമുക്ക് ചോറ് വേണം. ഞാനിവിടെ വന്ന ആദ്യത്തെ ആഴ്ച തന്നെ എനിക്ക് ജോലി കിട്ടി. ജോലിക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ആദ്യത്തെ പ്രശ്നം എന്ത് ഭക്ഷണം ഉണ്ടാക്കും, എല്ലാ ദിവസം വിറ്റ് നാളെ എന്തുണ്ടാക്കും, എല്ലാ ദിവസവും നമുക്ക് ഇവിടെ കടയിൽ ഇവിടെ ആയാലും എനിക്ക് തോന്നുന്നു നമ്മൾ വെറൈറ്റി ട്രൈ ചെയ്യാത്തതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. ക്യാരറ്റ്, പൊട്ടറ്റോ, ഇത് ബ്രെഡ്, ഈ സാധനം ക്യാരറ്റ്, ബ്രെഡ്, സവോള, തക്കാളി, പച്ചമുളക്, പിന്നെ ഇടയ്ക്ക് ചീര, കൂണ്, ഇത്രയും കഴിഞ്ഞാൽ നമ്മുടെ ഗ്രോസറി പർച്ചേസ് കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് ഇനി എന്ത് കഴിക്കും? ചപ്പാത്തി ടോട്ടിലെ പൊറോട്ട അത് കിട്ടും, അത് മേടിക്കും. എന്നാലും ഇടയ്ക്ക് നമുക്ക് ഭയങ്കര ബോറടിക്കും. കാരണം ഈ സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കാൻ വരുന്ന എല്ലാ ദിവസവും സാമ്പാർ, മുട്ടക്കറി, പരിപ്പ് കറി, പിന്നെ കടല സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ. എന്നാലും നമുക്ക് സമയം വല്ലാത്തൊരു ഇതാണ്. ജോലിക്ക് പോയി തിരിച്ചു വന്നു കഴിയുമ്പോൾ നമ്മൾ മടിയന്മാരായതുകൊണ്ടുകൂടെ ഉണ്ടാവും കേട്ടോ. ചിലപ്പോൾ അങ്ങനെ ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല. നല്ലോണം ഇപ്പോൾ എൻ്റെ മമ്മിയൊക്കെ ആണെങ്കിൽ 7 പേര് വീട്ടിലുണ്ടായിരുന്നപ്പോൾ നല്ല കൂളായിട്ട് ഭക്ഷണം ഉണ്ടാക്കി ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ മടിയന്മാരായതുകൊണ്ടായിരിക്കും. അതുകൊണ്ട് ജനറലൈസ് ചെയ്ത് പറയുന്നില്ല. നമ്മൾക്ക് ഫേസ് ചെയ്തൊരു വലിയ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ 2 മാസം കഴിഞ്ഞപ്പോൾ, 2 മാസം കഴിയാറായപ്പോഴത്തേക്കും നമ്മുടെ ഷെഡ്യൂളൊക്കെ അങ്ങ് കറക്റ്റായി. ഞാൻ രാവിലെ തലേന്ന് ഒരാഴ്ചത്തേക്കുള്ള ചോറൊക്കെ ഒരാഴ്ചയല്ലേ 2 ദിവസത്തേക്കുള്ള ചോറൊക്കെ ഉണ്ടാക്കി വെക്കും. എടുത്തിട്ടില്ല നമ്മൾ വന്ന് ഇവിടെ ഞാൻ അപ്പോഴേ ഫുൾ ടൈമിന് പോയി തുടങ്ങിയായിരുന്നു. ഇച്ചൻ വന്ന് ഒരാഴ്ച ഉണ്ടായിരുന്നുള്ളൂ. എന്ത് കൊടുക്കും ഇച്ചന്, എന്ത് കൊടുക്കും? കാരണം എനിക്ക് എന്റെ ഇഷ്ടത്തിന് എന്തെങ്കിലും വെച്ചുണ്ടാക്കി ഒരാഴ്ച ഉണ്ടായിരുന്നുള്ളൂ. സോറി ഫോർ മൈ മിസ്റ്റേക്ക്. ശരി, ഒരാഴ്ച അല്ല. അപ്പോൾ ആ ഒരാഴ്ച കൊണ്ട്
നമ്മളുടെ കാര്യങ്ങളെല്ലാം പിന്നെ എല്ലാ ദിവസവും തലേന്ന് എഴുന്നേറ്റ് ഉണ്ടാക്കി വെച്ച് രാവിലെ വെളുപ്പിന് എനിക്ക് 4 മണിക്ക് 4:30-ക്കൊക്കെ പോകണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊരു ചെറിയ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വലിയ കുഴപ്പമില്ല. ഇപ്പോൾ ഒരു കുറച്ച് എത്രയായി, ഇപ്പോൾ 6 മാസം ആയല്ലോ. 6 മാസം കൊണ്ട് നോട്ടീസബിൾ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. അച്ചുവിന് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എന്താ കാനഡ വന്ന് ഉള്ള ഉത്തരവൊന്നും എനിക്ക് വേണ്ട, പെട്ടെന്നുള്ള ഉത്തരം മതി. ഏറ്റവും കൂടുതൽ അപ്പാർട്ട് ഫ്രം ഫാമിലി, വീട്ടിൽ പപ്പനെയും മമ്മിനെയും മിസ് ചെയ്യുന്നുണ്ടെന്നുള്ളല്ലേ, അപ്പനെ മിസ് ചെയ്യുന്നുണ്ടെന്നുള്ള എനിക്കറിയാം. അല്ലാണ്ട് വേറെ എന്താ പെട്ടെന്ന് ഇപ്പോൾ കാനഡയിൽ വന്ന് ഇന്ത്യനെ പറ്റി ഓർക്കാൻ പെട്ടെന്ന് അച്ഛൻ തന്നെ ഓർമ്മ വരുന്നു? ഇന്ത്യ അല്ല, കേരളം. അല്ലാണ്ട് ഇന്ത്യ, നമ്മൾ തമിഴ്നാട്ടിലും ആയിരുന്നല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഇവിടെ കടകൾ ഭയങ്കര കുറവാണ്. അതാണ് എനിക്ക് ഏറ്റവും മേജറായിട്ട് മിസ്സിങ് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും ഒരേപോലെ സെയിം ഷോപ്പ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ കടകളും ഒന്നില്ലെങ്കിൽ അപ്പുറത്ത് കയറുക, ഇവിടെ കയറി, ഇങ്ങനെ വെറുതെ കയറി നടക്കുക. ഇവിടെ പക്ഷെ അങ്ങനെയില്ല, അങ്ങനെ ഒരു ഓപ്ഷനേ ഇല്ല. അച്ഛൻ്റെ ഒരു ബേസിക് സ്വഭാവമാണ് അത്. നിങ്ങൾക്ക് മിസ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇല്ലായിരിക്കും, പിള്ളേർക്കൊന്നും മിസ് ചെയ്യില്ല. പെൺപിള്ളേർക്ക് ചിലപ്പോൾ മിസ് ചെയ്യായിരിക്കും കടകൾ. കാരണം മിസ് ചെയ്യുന്നുണ്ട് ഇവിടുത്തെ കടകളൊക്കെ എന്താ പറയുക, നമ്മുടെ നാട്ടിലെ ഷോപ്പിംഗ് കോംപ്ലക്സ് പോലത്തെ കോംപ്ലക്സ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. കോംപ്ലക്സ് ഒക്കെ തന്നെയാണ്, ഇവിടെ ആവശ്യത്തിന് കടകളുണ്ടല്ലോ. പിന്നെന്താ അതല്ല, പക്ഷെ നമ്മുടെ നാട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു വെറൈറ്റി ഉണ്ട്. ഞാൻ പറയാം, ഈ ബാംഗ്ലൂരൊക്കെ പോയി കഴിഞ്ഞാൽ ശിവാജി നഗർ സ്ട്രീറ്റ്, ഷോപ്പ് ചെയ്യാനുള്ള സ്ട്രീറ്റ്, പിന്നെ വെറുതെ ആയാലും ചുമ്മാ നടന്നു പോകുമ്പോൾ എന്തെങ്കിലും കഴിക്കും. പക്ഷെ ഇവിടെ എല്ലാം ഒരേപോലെ ഇരിക്കുന്നു, ഒരു വെറൈറ്റി ഇല്ല. അത് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ മഞ്ഞ് കാലാവസ്ഥയുടെ ഒക്കെ ആയിരിക്കും. പിന്നെ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരേപോലത്തെ ഡ്രസ്സ്, കുറേ മേജറായിട്ടുള്ള ഡിഫറൻസ് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ നാട്ടിൽ ഷട്ടർ തുറന്നാൽ കട തുറന്നു, പക്ഷെ ഇവിടെ ഷട്ടർ തുറന്നല്ലല്ലോ, ഇവിടെ ഉള്ളിൽ കയറി. കാരണം മഞ്ഞ് കൊണ്ടായിരിക്കണം, മഞ്ഞും മഴയെല്ലാം പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ടെല്ലാം ചെറിയ ഓപ്പണിംഗ് ഉണ്ടാവുള്ളൂ കടകൾക്കെല്ലാം. എല്ലാം സീസണലാ. സമ്മർ ആണെങ്കിൽ സമ്മറിന് വേണ്ട സാധനങ്ങൾ, വിൻ്റർ ആണെങ്കിൽ വിൻ്ററിന് വേണ്ട സാധനങ്ങൾ. പിന്നെന്താ ഓരോ കളർ കോഡ്. ഇപ്പോൾ ക്രിസ്മസ് ആയി കഴിഞ്ഞപ്പോൾ ഒരു കടയിലേക്ക് ഏതെങ്കിലും ഒരു ഷോപ്പ്, എന്തെങ്കിലും ഷോപ്പിലേക്ക്, ഫുഡിൻ്റെ ആയാലും റെസ്റ്റോറൻ്റ് ആയാലും എന്തിൻ്റെ ആയാലും ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അത് ക്രിസ്മസ് തീമായിരിക്കും. പിന്നെ അത് ഹാലോവിൻ ആയിക്കഴിഞ്ഞാൽ കുറേ പംകിനും അതും ഇതും വെച്ചിട്ടുള്ള ഹാലോവിൻ്റെ സാധനങ്ങൾ. എല്ലാം തീം വൈസാണ് ഇവർ ജീവിക്കുന്നത്. അവരുടെ ലൈഫേ ഓരോ കാലത്തിന് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. നമ്മളങ്ങനെ അല്ലാത്തതുകൊണ്ട് അതാണ് ഒരു ഡിഫറൻസ്. ഓക്കെ, ഇപ്പോൾ മിസ് ചെയ്യുന്നത് കടകളാണെന്ന് പറഞ്ഞു. ഇനി പിന്നെ അടുത്ത അച്ഛൻ ഇവിടെ വന്നേ പിന്നെ ചേഞ്ച് ആയിട്ട് ഇഷ്ടപ്പെട്ട ഒരു ചേഞ്ച് ഉണ്ടോ? കാനഡ വന്നേ പിന്നെ അച്ഛന് ഇഷ്ടപ്പെട്ട ഒരു ചേഞ്ച് ഉണ്ടോ? കാനഡ വന്നേ പിന്നെ ഇഷ്ടപ്പെട്ട ചേഞ്ച് ഇഷ്ടപ്പെട്ടില്ലെന്നാണോ? എനിക്ക് ചെറുതായിട്ടെല്ലാം ഒന്നും ഇഷ്ടപ്പെട്ടതായിട്ട് വരാറില്ല. എന്നാലും പുതിയ ആൾക്കാരെ, ഇവിടുത്തെ ആൾക്കാരുടെ സ്വഭാവമാണെന്ന് തോന്നുന്നു. ചിലപ്പോൾ നല്ല മനുഷ്യന്മാർ കുറേ പേരുണ്ട്, ഭയങ്കര ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. അവരൊന്നിനെക്കുറിച്ചും ബോധേഡല്ല ആയിരിക്കാം, പക്ഷെ അവരൊന്നും കാണിക്കാറില്ല. ഭയങ്കര ഹാപ്പി ആയിട്ട് ഡേ ടു ഡേ ലൈഫ് എങ്ങനെ എൻജോയ് ചെയ്യാം, ലിവ് ഇൻ ദ മൊമെന്റ്, എങ്ങനെ എൻജോയ് ചെയ്ത് ജീവിക്കാം. പക്ഷെ നമ്മൾ ഇന്ത്യക്കാർ ഇവിടെ വന്നാൽ ഇങ്ങനെയല്ല കേട്ടോ. എന്നാലും അവരുടെ ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ്. അതെ, നമ്മൾ കുറച്ചു കാലം കഴിയുമ്പോൾ അങ്ങനെയൊക്കെ ആവും എന്നാണ് വിചാരിക്കുന്നത്. കാരണം ഇവിടെ 80 വയസ്സുള്ളവരും ബർത്ത്ഡേ വന്നാൽ എൻജോയ് ചെയ്യാനായിട്ട് പാരാഗ്ലൈഡിങ്ങിനൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് നമ്മുടെ ഇന്ത്യൻ കൾച്ചർ എത്തിയിട്ടില്ലെന്നല്ല, നമ്മുടെ ആൾക്കാരെല്ലാവരും, ഞാനാണെങ്കിലും ഇപ്പോൾ എൻ്റെ കൊച്ചുങ്ങൾക്ക് വേണ്ടി നമ്മളാണെങ്കിലും നമ്മുടെ പിള്ളേർക്ക് വേണ്ടിയിട്ട് ജീവിക്കുള്ളൂ എന്നാണ് നമ്മളെ കാണിച്ചു തന്നേക്കുന്നത്. അതാണ്, അതുകൊണ്ട് അങ്ങനെ നമ്മൾ ജീവിക്കാൻ സാധ്യതയുള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. പിള്ളേർക്ക് വേണ്ടി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സ്വന്തം ജീവിതം ആസ്വദിക്കുക, അങ്ങ് പോവുക, അത്രേ ഉള്ളൂ. പിന്നെ എനിക്ക് ഇവിടെ തോന്നിയെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ നല്ലൊരു കാര്യം എനിക്ക് തോന്നിയത്, നമ്മളുടെ ഫാമിലിയെ നമ്മൾക്ക് മിസ് ചെയ്യുന്ന അത്രയും തന്നെ നമ്മുടെ ഇവിടെ ഉള്ള എല്ലാവർക്കും അവരവരുടെ ഫാമിലി മിസ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മളുടെ അടുത്തുള്ള ഫ്രണ്ട്സ് നമ്മുടെ ഫാമിലിയാണ്. തൊട്ടടുത്തുള്ള എല്ലാവരും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ പോലെ തന്നെ അത്രയും അല്ലേ. ഇപ്പം നമ്മളിപ്പോൾ നിൽക്കുന്ന വീട്ടിലായാലും ആരെ ഇതിനു മുമ്പ് അറിയത്തില്ല, ഒറ്റ മനുഷ്യരെ അറിയത്തില്ല. പക്ഷെ ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാവരും ഈ പണ്ടത്തെ ഹോസ്റ്റൽ ലൈഫൊക്കെ ഉള്ളവർക്ക് അറിയായിരിക്കും. അതിപ്പോൾ ഒരു വീട് പോലെയാണ്. പണ്ട് ഹോസ്റ്റലായി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വീട്ടുകാരുണ്ട്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. നമ്മൾ തിരിച്ച് വീട് എന്ന് പറയുന്നത് നമ്മുടെ വീടാണ്, നമ്മുടെ വീട്ടിൽ പോകണ്ടേ, നമ്മുടെ വീട്ടിൽ. അത് വലിയൊരു ഡിഫറൻസ് ആണ്. നമ്മുടെ പിള്ളേർ അവിടെയുണ്ട്, ഇവരവിടെയുണ്ട്. നമ്മുടെ പിള്ളേർ എന്ന് പറയുന്നത് നമ്മളുടെ കൂടെയുള്ള നമ്മളുടെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് അല്ലേ, അങ്ങനെയുള്ള ഒരു ഇതിലാണ് നമ്മളെല്ലാവരും കാണുന്നത്, നമ്മുടെ കൂടെയുള്ള എല്ലാവരും.
സ്വന്തം ആൾക്കാരെ പോലെ. അത് വലിയൊരു കാര്യമാണ്. ഇപ്പം ഇവിടെയുള്ള ബന്ധുക്കളാണെങ്കിൽ പോലും നമ്മളുടെ ഫാമിലി ഫ്രണ്ട്സ് ആയിട്ടുള്ള റിലേറ്റീവ് ആണെങ്കിൽ കൂടി ഇവര് വന്നിട്ടുണ്ട് അവരുടെ സന്തോഷം. അതെ അതെ, അത് നമ്മൾക്ക് ഭയങ്കര ഭയങ്കര സന്തോഷം. തൊട്ടടുത്തുള്ളവരെ ഭയങ്കരമായിട്ട് സ്നേഹിക്കാൻ പറ്റുന്നതിന് കാരണം ചിലപ്പോൾ നമുക്ക് എല്ലാവർക്കും നാട്ടുകാരെ മിസ് ചെയ്യുന്നുണ്ടായിരിക്കും, വീട്ടുകാരെ മിസ് ചെയ്യുന്നുണ്ടായിരിക്കും. നാട്ടിൽ നമ്മൾ അത്രയും കമ്പനി ആയിരിക്കണം എന്നല്ലേ ഇവരുടെ ഒന്നും എടുത്ത്. പക്ഷെ ഇവിടെ വരും ഇതുവരെ കാണാത്തവര് വരെ ഉണ്ടാവും. പക്ഷെ നമ്മുടെ റിലേറ്റീവ് എന്ന് പറയുമ്പോൾ അയ്യോ ആരോ ഇവിടെ, നമ്മുടെ നാട്ടുകാരാന്ന് പറയുമ്പോഴും ഭയങ്കര സ്നേഹം. നമ്മുടെ നാട്ടുകാരെന്ന് പറയുമ്പോൾ അതിൽ സ്നേഹമായിരിക്കും. അത് വലിയൊരു ഡിഫറൻസ് എനിക്ക് ഇവിടെ വന്ന പിന്നെ തോന്നിയത്. പിന്നെ അടുത്ത എന്താ ഇച്ചൻ എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടോ? ഇച്ചൻ എന്താ ഡിഫറൻസ്? എനിക്കും ബേസിക്കലി ഇതെല്ലാം തന്നെയാണ് ഡിഫറൻസ് ആയിട്ട് തോന്നിയത്. പിന്നെ ഇഷ്ടപ്പെടാത്ത അത് ചോദിക്കും. കാനഡയിൽ എനിക്ക് ഇഷ്ടപ്പെടാത്തതോ? കാനഡനെ ഇഷ്ടപ്പെടാണ്ടിരിക്കാനായിട്ടുള്ള സമയം ആയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. മഞ്ഞായിരിക്കും, ചിലപ്പോൾ തണുപ്പായിരിക്കും. പക്ഷെ എന്നാലും എനിക്ക് അത്രയും തണുപ്പിന് അത്രയും ബുദ്ധിമുട്ടുകൾ തോന്നാൻ തുടങ്ങിയിട്ടില്ല. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെടാത്തതായിട്ടൊന്നും ഇതുവരെ വന്നിട്ടില്ല. മഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പാടാട്ടോ. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ആദ്യത്തെ ദിവസം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാൻ വന്നിറങ്ങി അന്നാണ് ഇവിടുത്തെ ആദ്യത്തെ സ്നോ എന്ന് എനിക്ക് തോന്നുന്നത്. ഒന്ന് ഇറങ്ങി എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയതും കൈയും പിടിച്ചോണ്ട് ഇങ്ങനെ പോവുക. അയ്യോ സ്നോ എന്തി കയ്യിലേക്ക് വീഴട്ടെ എന്ന്. അതാ ഒരു ദിവസം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ സ്നോ വന്നു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ആദ്യമായി സ്നോന്റെ ഒരു ഇതുണ്ടായിരുന്നു, എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു, ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അത് അന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാറന്റൈൻ്റെ സമയത്താണ് ചാടി ഇറങ്ങി എയർപോർട്ടിൻ്റെ അന്ന് പുറത്തേക്ക് സ്നോ ഓരോ ഇലയിലും പോയി പറക്കി എടുക്കുമായിരുന്നു. അതെ അതെ, ആ എക്സൈറ്റ്മെന്റ്. എനിക്ക് ആദ്യത്തെ സ്നോ ഞാനിപ്പോൾ എനിക്കൊന്ന് നവംബർ 3-ാം തീയതി ആദ്യത്തെ സ്നോ വീണു. അന്ന് രാവിലെ എണീറ്റ് നോക്കാൻ നേരത്തെ എനിക്ക് ജോലിക്ക് പോകാനായിട്ട് കുറച്ച് ദൂരം പോകണം. എൻ്റെ പ്രീവിയസ് വീഡിയോ കണ്ടവർക്കറിയാം. അപ്പോൾ ആ പോകുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ടൊരു 30 കിലോമീറ്റർ ഡ്രൈവ് ഉണ്ട്. ഞാൻ നോക്കാനായിട്ട് രാവിലെ മഞ്ഞൊക്കെ മൂടി കിടക്കുന്ന സന്തോഷം. അപ്പോൾ പെട്ടെന്ന് ബ്രഷൊക്കെ നേരത്തെ മേടിച്ച് അവിടെ വേറെ ആരോ മേടിച്ച് വെച്ചത് ഉണ്ടായിരുന്നുകൊണ്ട് രക്ഷപ്പെട്ടു. അപ്പോൾ പെട്ടെന്ന് സ്നോ ഒക്കെ കിള്ളി കളഞ്ഞ് എടുത്ത് പോകുന്ന വഴിക്ക് ഭയങ്കര സ്നോ, റോഡ് കാണാൻ പറ്റുന്നില്ല, ഭയങ്കര മഞ്ഞ്, റോഡ് വെള്ളത്തിരിക്കുന്നു. നമ്മുടെ മുന്നിൽ പോകുന്ന വണ്ടി എങ്ങനെയാണോ പോകുന്നത് അതിൻ്റെ ഒരു 10-60 മീറ്റർ പുറകിൽ പതുക്കെ പോയി. അങ്ങനെ ഒരു വലിയ പ്രശ്നമില്ലാണ്ട് അവിടെ എത്തി. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു 2-3 വണ്ടി റോട്ടിൽ നിന്ന് പുറത്തേക്ക് പോയതൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ട്. എൻ്റെ ഫസ്റ്റ് സ്നോ ആണ്. പിന്നെ ഞാൻ എൻ്റെ വിൻ്റർ ടയർ മാറ്റിയിട്ടില്ല. കാറിന് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ഒരു വീഡിയോ എടുക്കാം കേട്ടോ. വിൻ്റർ ടയർ മാറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ തെന്നാനുള്ള സാധ്യതകൾ കൂടുതലായിരുന്നു. അങ്ങനെ പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും എത്തി, വലിയ കുഴപ്പമില്ലാണ്ട് എത്തി. അതാണ് എൻ്റെ സ്നോയിനെ പറ്റിയുള്ള എക്സ്പീരിയൻസ്. അപ്പോൾ അതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വ്ളോഗിൽ. അപ്പോൾ അടുത്ത വ്ളോഗിൽ വീണ്ടും കാണുന്നവരെ ബൈ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യണം. ഇങ്ങനെ പറഞ്ഞ ആരും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്നവരെ ലൈക്ക് ചെയ്തവരെ, ഷെയർ ചെയ്തവരെ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവരെ സബ്സ്ക്രൈബ് ചെയ്തവരെ. അതെ, അടുത്ത വ്ളോഗിൽ പറയുമ്പോഴത്തേക്ക് അച്ഛൻ അടിപൊളിയായിട്ട് ലൈക്ക് ചെയ്യാൻ പറയും. ബൈ.